നടി ശ്വേതാ മേനോനെതിരെ ഒരു പരാതി വന്നിരിക്കുകയാണ്. വളരെ കൗതുകകരമായൊരു പരാതിയാണ്, എന്നാൽ വിചിത്രമെന്ന് ഒരു ഘട്ടത്തിൽ നമുക്ക് തോന്നാവുന്നതാണ്. ഇതിൻ്റെ നിയമവശങ്ങൾ ഒരല്പം സങ്കീർണമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് നിയമവിദഗ്ധരായിട്ട് തന്നെ നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചോദിക്കുന്നത്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനുണ്ട്. ഈ ഒരു പരാതി ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ശ്വേതാ മേനോൻ അമ്മയുടെ ഇലക്ഷനിലേക്ക് വരികയും ഇപ്പോൾ വിജയിക്കാനുള്ള സാധ്യതയിൽ നിൽക്കുമ്പോഴാണ് പണ്ടെങ്ങോ കിടന്നിരുന്നൊരു പരാതിയുമായി പൊടുന്നനെ ഇത് രംഗത്ത് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു പരാതിയെ പ്രാഥമികമായിട്ട് കാണുന്നത്? ഒന്ന് വളരെ ലേറ്റ് ആയിട്ടുള്ളൊരു പരാതിയാണ്. ഇപ്പം നമുക്ക് അതിനകത്ത് രണ്ട് അലിഗേഷൻ ഉള്ളത്. ഒന്ന് ഈ ഇമ്മോറൽ ട്രാഫിക് ആക്ട് പ്രകാരമുള്ള ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ്. രണ്ട് IT ആക്ട് പ്രകാരമുള്ള അശ്ലീലം പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ സെൻസർ ബോർഡ് എന്ന് നമ്മൾ വിളിക്കുന്ന ബോർഡ് ഓഫ് സർട്ടിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റോടുകൂടി പുറത്തിറങ്ങുന്ന ഒരു സിനിമ അത് ഏതെങ്കിലും മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു കുറ്റമല്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് അത്തരം ഒഫൻസ് എങ്ങനെയാണ് നിൽക്കുക എന്ന് നമുക്ക് സംശയമുണ്ട്. രണ്ടാമത്തേത്, ഇതിനെ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നത്, ഇമ്മോറൽ ട്രാഫിക്കിനെ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നത്, ഇത് ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ ആഴ്ചയോ ഇറങ്ങിയ ഒരു സംഗതിയെ പറ്റിയുള്ള പരാതിയല്ല. ഇത് 10-15 വർഷക്കാലമായി ഇവിടെയുള്ള, അല്ലെങ്കിൽ എത്രയോ വർഷമായിട്ട് ഇവിടെയുള്ള ഒരു എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ പൊടുന്നനെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുമ്പോൾ സത്യത്തിൽ ആദ്യം അന്വേഷിക്കേണ്ടത് എന്താണ് അവരുടെ അതിനെപ്പറ്റിയുള്ള അതിൻ്റെ ജെനുവിനിറ്റി ഓഫ് കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. അത് അന്വേഷിക്കപ്പെടും, അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും. ഈ AMMയുടെ ഇപ്പോഴത്തെ ഇതുമായി ബന്ധപ്പെട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് നമുക്ക് അതൊരു സ്ട്രാറ്റജി ആയിട്ട് വന്നതായിരിക്കുമല്ലോ ഇങ്ങനൊരു കേസ്. കാരണം കേസിലുള്ളവർ മാറി നിൽക്കണം എന്നുള്ളതാണ്. ഒരാൾക്കെതിരെ FIR ഇട്ടാൽ അതൊരിക്കലും ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാണെന്ന് പറയാൻ കഴിയില്ല. പ്രതിയാവുന്നത് അയാൾക്കെതിരെ ഒരു ചാർജ് കോടതിയിൽ കൊടുക്കുമ്പോഴാണ്. ഏതെങ്കിലും ഏജൻസി, പോലീസ് ആവട്ടെ, ആരാണോ അന്വേഷിക്കുന്നത് അവർ കുറ്റവാളിയാണ് എന്ന അവരുടെ ബോധ്യം കോടതിയെ അറിയിക്കാൻ വേണ്ടി ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോഴാണ്. പല കേസുകളിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പലരുടെയും പേരിൽ FIR ഉള്ളതിൻ്റെ കൊണ്ട് അവർക്ക് പാസ്പോർട്ട് നിഷേധിക്കുന്ന സ്ഥിതിയുണ്ട്. പെട്ടെന്ന് ആളുകൾ അങ്ങനെ പേടിക്കും. ഒരു FIR എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലിയെന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞാൽ അവർ അപ്പം തന്നെ ചെയ്യുന്ന സംഗതിയാണ് FIR ഇടുക എന്ന് പറയുന്നത്. അതിനുശേഷമാണ് അന്വേഷണം നടക്കുന്നത്. അന്വേഷണത്തിന് മുമ്പ് സംഭവിക്കുന്ന കാര്യമാണ് FIR. അതുകൊണ്ട് തന്നെ ശ്വേതാ മേനോൻ ഏതെങ്കിലും കേസിൽ പ്രതിയാണ് എന്ന് പറയാൻ പറ്റില്ല. അവർക്കെതിരെ ഒരു FIR ഉണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ അവർ മാറി നിൽക്കണം എന്നുള്ള വാദഗതിയുടെ പേരിൽ ഇത് ഉപയോഗിക്കപ്പെടാമെന്നല്ലാതെ പ്രഥമ ദൃഷ്ടിയ ഇതൊരു വളരെ ബിലേറ്റഡ് ആയിട്ടുള്ള, അങ്ങേയറ്റം ലേറ്റായ ഒരു കംപ്ലൈൻ്റാണിത്. ഈ കംപ്ലൈൻറ്റിൻ്റെ ജെനുവിനിറ്റിയിൽ തന്നെ സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 67A ആണ് ചാർജ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്നും നിലനിൽക്കാൻ പ്രഥമ ദൃഷ്ടിയ തന്നെ സാധ്യത കുറവാണ്. ഇപ്പോൾ പോലീസിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നാൽ സാധാരണഗതിയിൽ പോലീസ് ഇത് എടുക്കാൻ സാധ്യതയില്ല. പക്ഷേ കോടതിയിലൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതി അത് പരിശോധിച്ച് കേസെടുക്കണമെന്ന് പറഞ്ഞാൽ പോലീസ് അതിനകത്ത് FIR ഇടാനുള്ള ബാധ്യത പോലീസിനുണ്ട്. അവർ FIR ഇടും. ഇത് ഒരു ചാർജ് ഷീറ്റിലേക്ക് ആയിരിക്കില്ല പോവുക. മിക്കപ്പോഴും ഇത് അന്വേഷിച്ചിട്ട് ഇതിന് തെളിവില്ല എന്ന് പറഞ്ഞ് ഇത് ക്ലോസ് ചെയ്യാനാണ് സാധ്യതയുള്ളത്. അങ്ങനെ ക്ലോസ് ചെയ്യുമ്പോഴേക്കും ഈ ആഗ്രഹിച്ച കാര്യം നടക്കും. ഇത് ആർക്കെതിരെയും ഏത് ഘട്ടത്തിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. നിയമത്തിൻ്റെ ഒരു തരത്തിലുള്ള ഒരു ദുരുപയോഗം എന്ന് വേണമെങ്കിൽ പറയാം. ഈ കേസിൽ പോലീസ് കേസില്ല എന്ന് അന്വേഷണ റിപ്പോർട്ട് ക്ലോഷർ റിപ്പോർട്ട് ഫയൽ ചെയ്ത് കോടതി അത് അംഗീകരിക്കുകയാണെങ്കിൽ ശ്വേതാ മേനോനെ പോലെ ഒരാൾക്ക്, ഈ പരാതിക്കാരനെതിരെ അവർക്ക് എത്ര രൂപയുടെ നഷ്ടമാണോ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് അത് ക്ലെയിം ചെയ്യാനായിട്ട് ഈ നാട്ടിൽ നിയമം നടപടി എടുക്കാൻ സാധിക്കും. താങ്കൾ ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പഴയ 1998 നടന്ന ഒരു പരസ്യം, അല്ലെങ്കിൽ 2012 ഇറങ്ങിയൊരു സിനിമ, പാലരി മാണിക്യം പോലുള്ള സിനിമകളൊക്കെയാണ് ഇത് അശ്ലീലമാണെന്ന് പറയുന്നത്. കളിമണ്ണൊക്കെ ഒത്തിരി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും പ്രസവം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ധാരാളം ബോധവൽക്കരണത്തിലുള്ള സാധ്യതകൾ തുറന്നിടുകയും ചെയ്തതാണ്. ഈ ഘട്ടത്തിലാണ് ഈ സിനിമാ മേഖലയോട് യാതൊരു ബന്ധമില്ലാത്ത ഒരാൾ ഇതുമായി വന്നു ചേരുന്നത്. പോലീസിനെ സംബന്ധിച്ച് അവർ പറയുന്നത് ഞങ്ങൾ നിസ്സഹായരാണെന്നൊരു ഘട്ടമാണ്. ആദ്യം ഇത് അന്വേഷിച്ച് ഇതിന് കേസെടുക്കാൻ വകുപ്പില്ലാന്ന് തീരുമാനിച്ചാണ്. പക്ഷെ കോടതിയുടെ ഒരു വിവേചനാധികാരി ഇക്കാര്യത്തിൽ വേണ്ടതല്ല. ഇത്തരത്തിൽ ഇതിൻ്റെ ഒരു മെറിറ്റിലേക്ക് കടക്കാതെ ഇത്തരം കേസെടുക്കണമെന്നുള്ള രീതിയിലൊക്കെ നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതൊക്കെ എങ്ങനെയാണ് അങ്ങ് അതിനെ കാണുന്നത്? ലളിതകുമാരി കേസിലെ സുപ്രീം കോടതി വിധിക്ക് ശേഷം, അതിന് മുമ്പും നിയമം അങ്ങനെ തന്നെയായിരുന്നു, വ്യാഖ്യാനം സുപ്രീം കോടതി ഏറ്റവും ശക്തമായി നടത്തിയത് ലളിതകുമാരി കേസിലാണ്. അപ്പോൾ ആ കേസിന് ശേഷം ഒരു ക്രൈം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ FIR ഇടുക എന്ന് പറയുന്നത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം കോടതി നിർവഹിച്ചേ പറ്റൂ. FIR ഇടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണത്തിന് ശേഷമല്ല, അന്വേഷണം തുടങ്ങാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങളൊരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ തന്നെ FIR വരും. FIRന് ശേഷം നടക്കുന്ന അന്വേഷണത്തിലാണ് ഇതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ പ്രഥമ ദൃഷ്ടിയ കളിമണ്ണ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ, അത് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വൾഗാരിറ്റി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം എന്ന് പറയും. അന്വേഷിക്കണമെന്ന് കോടതി പറയേണ്ടത് കോടതിയുടെ ഉത്തരവാദിത്വമാണ്. അന്വേഷിക്കുന്ന നടപടിയാണ് പോലീസ് നടത്തുന്നത്.
നമ്മുടെ പൊതുജനത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ് ഒരാൾക്കെതിരെ FIR വന്നാൽ അയാൾ പ്രതിയാണ് എന്ന് പറയുന്ന ഒരു സംഗതി. വാസ്തവത്തിൽ അത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ധാർമ്മിക മൂല്യങ്ങൾ മാറ്റുരയ്ക്കുന്ന ഒരു സ്ഥലത്ത് ഒരാൾക്കെതിരെയുള്ള FIR കാണിച്ചുകൊണ്ട് അയാളെ നിരായുധീകരിക്കുന്ന പരിപാടി ഒരു ശരിയായ നടപടിയിലുള്ള കാര്യമല്ല. അതേസമയം ഒരു ചാർജ് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഗൗരവമായിട്ടുള്ള സ്വഭാവമുണ്ട്. കാരണം അതിനൊരു അന്വേഷണത്തിൻ്റെ പിൻബലമുണ്ട്. ഇതൊരു അന്വേഷണത്തിൻ്റെ പിൻബലമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോടതി ചെയ്തതിൽ നിയമപരമായി തെറ്റില്ല, പോലീസ് ചെയ്തതിൽ നിയമപരമായി തെറ്റില്ല. നാളെ മമ്മൂട്ടിയോ മോഹൻലാലോ അഭിനയിച്ച ഏതെങ്കിലും ഒരു പഴയ സിനിമയുടെ ഏതെങ്കിലും ഒരു സീൻ തപ്പിയെടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ഒരു ഒഫൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോലീസ് അതിനെതിരെയും FIR ഇടേണ്ടി വരും, അത് അന്വേഷിക്കേണ്ടി വരും, അന്വേഷിച്ചിട്ട് തെളിവില്ല എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടി വരും. അത് സ്വാഭാവികമായിട്ടും സാധ്യമാണ് ആർക്കെതിരായിട്ട് വേണമെങ്കിൽ. ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്കെതിരായിട്ട് പോലും വേണമെങ്കിൽ ഇത്തരം കള്ളപ്പരാതികൾ കൊടുക്കുകയും ഒരു ഘട്ടത്തിൽ FIR ഇടിക്കുന്നത് വരെ എത്തുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊരു മിസ്യൂസ് ഓഫ് ലോ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായ തിരിച്ച് നിയമത്തിൻ്റെ നടപടി കൊടുക്കാനും പറ്റും. പക്ഷെ പലപ്പോഴും ഈ തിരിച്ചടി വൈകിപ്പോവും, കാരണം കേസിൻ്റെ നടപടികൾ വൈകിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു ഇലക്ഷനെ സ്വാധീനിക്കാൻ താൽക്കാലികമായി എന്തെങ്കിലും ചെയ്യാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ FIRന് വലിയ ഗുണമുണ്ടാവുമെന്ന് ദീർഘകാലത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ നിയമപരമായ ഈ ഒരു സാങ്കേതികത്വം താങ്കൾ കൃത്യമായി വിശദീകരിച്ചു. പക്ഷേ ഈ താരസംഘടനയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ വിരുദ്ധമായൊരു ശരീരഘടനയുള്ളൊരു ഇതായിട്ടാണ് അതിനെ പൊതുവെ പരാമർശിക്കപ്പെടുന്നത്. അങ്ങനെ ധാരാളം ആരോപണങ്ങളുണ്ട്. ആ ഘട്ടത്തിൽ ഒരു സ്ത്രീ, ഒരു വനിത തന്നെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ ആ ഒരു സാമൂഹ്യ നിരീക്ഷണം നടത്തുന്ന ഒരു ഗൗരവമുള്ള ആളെന്നതിൽ ആ ഒരു സാധ്യത, കാരണം വലിയ ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സാധ്യത എത്രത്തോളം ഇല്ലാതാവുകയാണ് ഈ ഘട്ടത്തിൽ? അല്ല, എനിക്ക് അതിനെപ്പറ്റി വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണുള്ളത്. ഇപ്പോൾ ഈ മത്സരിക്കുന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന അവരുൾപ്പെടെ ഇതിനകത്ത് കൃത്യമായ ഒരു സ്ത്രീപക്ഷ നിലപാട് ഒരു കാലത്തും എടുക്കുകയും അല്ലെങ്കിൽ ഇവിടുത്തെ ആൺമേൽക്കോയ്മയ്ക്കെതിരെ ഒരു നിലപാട് പരസ്യമായി പറയുകയും ചെയ്ത ആളല്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടുമില്ല. പക്ഷേ ഒരു വനിതയെ അവർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ വേണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് വരുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ അവരെ കാണുന്നത്. അല്ലാതെ അവർ നേരത്തെ ഈ സംഘടനയിൽ ഉന്നയിക്കപ്പെട്ട ഗൗരവമായ സ്ത്രീപക്ഷ വിഷയങ്ങളിൽ എന്തെങ്കിലും കർശനമായ നിലപാട് സ്വീകരിച്ച് അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി നിന്നിട്ടുള്ളൊരു ചരിത്രമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാബുരാജ് വരുന്നതും ഇവർ വരുന്നതും തമ്മിൽ ക്വാളിറ്റേറ്റീവായിട്ട് ഗുണപരമായി ആ സംഘടനയ്ക്ക് എന്തെങ്കിലും വലിയ വ്യത്യാസം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. വരുന്നത് സ്ത്രീകളായിരിക്കണമെന്നല്ല, സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർ തുല്യത നീതിബോധമുള്ള ആളുകളായിരിക്കണം എന്നാണ് നമ്മൾ പറയേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ നിയമവ്യവസ്ഥ പ്രവർത്തിക്കുന്നത്, അല്ലേ? ജഡ്ജി സ്ത്രീ ആയതുകൊണ്ടോ പുരുഷനായതുകൊണ്ടോ കാര്യമില്ല. പറയുന്നതും ചെയ്യുന്ന പ്രവൃത്തിയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാ ജനറൽപ്പെട്ട ആളുകൾക്കും തുല്യമായിട്ട് കിട്ടണം. അപ്പോൾ എത്ര ഇഷ്യൂസിൽ ഇവർ ഇടപെട്ടു, എത്ര ഇഷ്യൂസിൽ ഇവർ സ്ത്രീകൾക്ക് വേണ്ടി നിലപാടെടുത്തു, അവർ നേരത്തെ നേതൃത്വം നടത്തിയപ്പോൾ ദിലീപിൻ്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ അവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട കൂട്ടത്തിലല്ല. അപ്പം അതുകൊണ്ട് തന്നെ അവർ ഇലക്ഷനിൽ മത്സരിക്കുന്നതുകൊണ്ടോ പ്രസിഡന്റ് ആവുന്നതുകൊണ്ടോ ഒരു വനിതാ ആസ്ഥാനത്തേക്ക് വരുന്നു എന്നതിനപ്പുറത്തേക്ക് വനിതകൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവർക്ക് നീതി കിട്ടുന്ന തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് കരുതാൻ നിവൃത്തിയില്ല ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ. പക്ഷേ അവരെ പുറത്താക്കാൻ വേണ്ടി ഇത്തരം ഒരു സമീപനം സ്വീകരിക്കുന്നതും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മെറിറ്റിൽ ആളുകൾ മത്സരിക്കപ്പെടുകയും അല്ലെങ്കിൽ പറയുകയും ആ സംഘടനയിൽ ആരിരുന്നാലും അവർക്ക് എന്താ പറയുന്നത്, അവർക്ക് ഇങ്ങനെ ഒരു നല്ല കാര്യത്തിലൂടെ അല്ലാതെ അല്ലെങ്കിൽ ജെൻഡർ ഈക്വാലിറ്റിയുടെ അല്ലാതെ ആ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന ഒരു ക്വാളിറ്റിയിലേക്ക് അതിനെ എത്തിക്കുകയുമാണ് വേണ്ടത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ജഗദീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് വനിതകൾ ഈ സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ മാറി നിൽക്കാം എന്ന് പറഞ്ഞത്. കാരണം വനിതകൾക്ക് കൂടുതൽ വനിതകളെ പറ്റി സംസാരിക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആര് ഈ രംഗത്തേക്ക് വന്നാലും അവർ നടപ്പാക്കുന്ന നയവും നിലപാടും അത് നേരത്തെ ഈ സംഘടന പിന്തുടർന്ന നിലപാടുകൾക്ക് വിരുദ്ധമായി കുറച്ചുകൂടി സ്ത്രീപക്ഷത്തുള്ളതായിരിക്കണം. ഞാൻ മനസ്സിലാക്കിയത് വ്യക്തിപരമായി ബാബുരാജും ഇവരൊക്കെ വളരെ നല്ല രീതിയിലുള്ള സൗഹൃദമുള്ള ഒരേ നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ബാബുരാജിൻ്റെ ഒരു കേസിൻ്റെ പേരിൽ ഇറങ്ങിപ്പോകേണ്ടി വന്നു. അതുകൊണ്ട് ഇവർ വരുന്നതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അതിൻ്റെ ഘടന അങ്ങനെയാണ്. ആ സംഘടനയുടെ ഘടന എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അതിനകത്ത് ശബ്ദിക്കാൻ പ്രാപ്തമാക്കുന്നൊരു ഘടനയല്ല. കൈനീട്ടം വാങ്ങിക്കുന്ന ആളുകൾക്ക് വോട്ടില്ലാത്തൊരു സംഘടനയാണ് എന്ന് പറഞ്ഞാൽ അത് അവർ പുറമ്പോക്കിലാണ് ഇപ്പോഴും, അല്ലേ? നമ്മളൊക്കെ ബഹുമാനിക്കുന്ന സിനിമാ താരങ്ങൾ പലരും പുറമ്പോക്കിലാണ്. അവർക്ക് മത്സരിക്കാൻ പറ്റില്ല. അവർക്ക് മത്സരിക്കണമെങ്കിൽ കൈനീട്ടം ഒഴിവാക്കി കൊടുക്കണം. അപ്പോൾ അതൊരു ശക്തമായ ആളുകളുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന സംഘടനയാണ്. ഒരു എലൈറ്റിസ്റ്റ് ക്ലബ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നൊരു സംഗതിയാണ്. അതിനകത്ത് എത്രത്തോളം മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കാലം തെളിയിക്കേണ്ട ഒരു കാര്യമാണ്. ഈ താരസംഘടനയുടെ വിഷയവും നിയമവും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ധാരാളം സാധാരണക്കാർ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് ഇടപെടുന്ന ഒരു കാലമാണ്.
ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വഴി ആർക്കെതിരെയും ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി മുന്നോട്ട് നീങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അവരുടെ ശരീരം അവരുടെ സ്വാതന്ത്ര്യം എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഒരു മൗലികാവകാശപ്പെട്ടാണ്. അപ്പോൾ മറ്റൊരാൾക്ക് എങ്ങനെയും കയറി ഇതിനെ എങ്ങനെയും വ്യാഖ്യാനിക്കാമെന്ന് വരുന്ന ഒരു അപകടകരമായ സ്ഥിതിയായി മാറുകയില്ല. അതിനെന്തെങ്കിലും ഒരു മാർഗനിർദ്ദേശം നിയമത്തിൽ തന്നെ ഉണ്ടാവേണ്ടതല്ലേ? ഈ 67A കാര്യത്തിലും അതുപോലെ ഇത്തരം ആക്ടുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ വാസ്തവത്തിൽ എന്താണ് അശ്ലീലം എന്താണ് അല്ല എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഇപ്പം ആർക്കാണ് അധികാരം? അതൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അല്ലേ? കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു CIക്കും ഇത് അശ്ലീലമാണെന്ന് തോന്നിയാൽ നിങ്ങൾക്കെതിരെ കേസെടുക്കാം. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ നിയമം നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതിനൊരു ഗൈഡ് ലൈൻ ആവശ്യമാണ്. അശ്ലീലം എന്നത് ശ്ലീലമാണോ അശ്ലീലമാണോ എന്നത് പോലീസുകാർക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സമീപനം അതൊരു വലിയ അമിതാധികാര പ്രയോഗത്തിന് വഴിവെക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായി കുറച്ചുകൂടി സ്ട്രിക്റ്റായി നിർവചിക്കുന്ന തരം ഗൈഡ് ലൈൻസ് പോലീസിന് ഇറക്കുന്നത് ഓരോ സ്റ്റേറ്റിനും നല്ലതായിരിക്കും എന്ന് അഭിപ്രായം എനിക്കുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ളൊരു പ്രശ്നം, നിയമം ദുർവ്യാഖ്യാനിച്ച് നിങ്ങളെ കള്ളക്കേസിൽ കുടുക്കിയാൽ നിങ്ങൾക്ക് തിരിച്ച് ഇത് കള്ളക്കേസാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പോലും നഷ്ടപരിഹാരം കിട്ടുന്നതോ അത് ചെയ്ത ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയുന്നതോ പോലീസിന് എതിരായിട്ട് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നതായിട്ടൊരു സംവിധാനമില്ല. ഒരു നമ്പിനാരായണൻ മാത്രമേ ആ വഴിക്ക് പോയി വിജയിച്ചിട്ടുള്ളൂ. നമുക്ക് നമ്പിനാരായണന്മാരുടെ ഉദാഹരണം കൂടുതലായിട്ട് ആവശ്യമുണ്ട്. അത് വാസ്തവത്തിൽ ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിൻ്റെ വലിയ ഒരു പോരായ്മയാണ്. അതുകൊണ്ട് തന്നെ കള്ളക്കേസിൽ കുടുങ്ങുന്ന ആളുകൾ രക്ഷപ്പെട്ട് പുറത്തു വരുമ്പോൾ ചെറിയൊരു കോളത്തിൽ ഒതുങ്ങുകയും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി, അത് വാസ്തവത്തിൽ ഒഴിവാക്കേണ്ടതാണ്. സിനിമാ മേഖലയിലായാലും അത്തരം മേഖലകളിലായാലും എന്താണ് അശ്ലീലമായി കേസെടുക്കാൻ കഴിയുന്ന സംഗതി എന്നുള്ളത് കൃത്യമായി നിർവചിക്കുന്ന കുറെ കൂടി ദുർവ്യാഖ്യാന സാധ്യത ഇല്ലാത്തതരം ഗൈഡ് ലൈൻസ് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായും ഒരു നിയമപരിജ്ഞാനം നൽകാനെങ്കിലും ഇത്തരം കേസുകൾ വഴിതെളിക്കും. കാരണം താരസംഘടനയായ തിരഞ്ഞെടുപ്പിലെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആര് വരിക എന്നുള്ളത് പൊതുജനത്തെ സംബന്ധിച്ചുള്ള അത്ര വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ ഇക്കാര്യത്തിൽ നിയമപരമായ ചില ബോധവൽക്കരണങ്ങൾ ഇത്തരം സംഭവങ്ങൾ വഴി വരികയാണെങ്കിൽ തീർച്ചയായും സമൂഹത്തിന് അത് ഗുണകരമായി തന്നെ മാറ്റപ്പെടും. അത്തരം ഒരു കാര്യത്തിന് വേണ്ടി ഇത് മാറുമെന്നെങ്കിലും നമുക്ക് പ്രത്യാശിക്കാം.